നമസ്കാരം. നമ്മുടെ സ്കൂളുകളിൽ ഉച്ചഭക്ഷണമുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ പ്രഭാത ഭക്ഷണം കൊടുക്കുന്ന സ്കൂളുകളുണ്ട്. ആ കാര്യം നിങ്ങൾക്കറിയാമോ? അത്തരം ഒരു സ്കൂളിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. പോഷക സമൃദ്ധം പ്രഭാതം എന്ന പരിപാടിയിൽ ഞങ്ങളുടെ കുട്ടികളും പങ്കാളികളാണ്. 1 മുതൽ 7 വരെയുള്ള കുട്ടികൾക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ബ്രെയിൻ ഫുഡാണല്ലോ. അപ്പോൾ പല സാഹചര്യങ്ങൾ കൊണ്ടും ഇത് കഴിക്കാതെ കുട്ടികൾ വരികയാണെങ്കിൽ അത് അവരുടെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. അപ്പോൾ അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാം നടത്തുന്നത്. കളമശ്ശേരി നിയോജക മണ്ഡലം MLA ശ്രീ പി രാജീവ് അവറുകളുടെ MLA ഫണ്ടിൽ നിന്നാണ് ഇതിനുള്ള തുക വകയിരുത്തിയിരിക്കുന്നത്. നമ്മൾ എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട്. തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും കൊടുക്കും. അതേപോലെ ശനിയാഴ്ച വർക്കിംഗ് ഡേ ആണെങ്കിൽ ആ ദിവസവും നമ്മൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഒരു ദിവസം ഇഡ്ഡലി, ചട്നി, സാമ്പാർ, അതേപോലെ അടുത്ത ദിവസം ഇടിയപ്പം, കടലക്കറി, പിന്നെ വെള്ളയപ്പം, വെജിറ്റബിൾ സ്റ്റൂ, പിന്നെ പുട്ട്, പഴം. ഇത് തന്നെ നമ്മൾ മാറി മാറി പല ദിവസങ്ങളിലായിട്ട് വരും. ഇത് കൂടാതെ നമ്മൾ ചൊവ്വ, വ്യാഴം ദിവസങ്ങളിൽ പാല് കൊടുക്കും. അതേപോലെ ബുധനാഴ്ച നമ്മൾ മുട്ടയും കൊടുക്കാറുണ്ട്. പരീക്ഷാ ദിവസങ്ങളിൽ നമ്മൾ അങ്ങനെ കൊടുക്കാറുണ്ട്. കുട്ടികൾ വിശന്നിരിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനത്തെ മന്ത്രിയുടെ ഈ ഒരു പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ കുട്ടികൾ വളരെ നല്ല ടേസ്റ്റി ഫുഡായതുകൊണ്ട് നല്ല ഊർജ്ജസ്വലരായിട്ടാണ് ക്ലാസ്സിലിരിക്കുന്നത്. പിന്നെ കുട്ടികൾക്കെല്ലാം നല്ല ടേസ്റ്റി ആയതുകൊണ്ട് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്, കഴിക്കാൻ ഇഷ്ടമാണ്. മിക്കവാറും വീട്ടിൽ നിന്ന് കഴിച്ചാൽ, കുറച്ചെങ്കിലും വീട്ടിൽ നിന്ന് കഴിച്ചാൽ പോലും കുട്ടികളെല്ലാവരും ആ ടേസ്റ്റും ആ സ്മെല്ലും കൊണ്ട് കുട്ടികൾ ഇവിടുന്ന് കഴിക്കാറുണ്ട്. ഇങ്ങനെയുള്ള പ്രഭാത ഭക്ഷണം, അതുപോലെ തന്നെ ഉച്ചഭക്ഷണം, പോഷകാഹാരങ്ങളായ മുട്ട, പാൽ മുതലായവയും ഇവർക്ക് കൂടുതൽ പ്രയോജനകരമായിട്ട് തോന്നിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പഠിക്കുന്ന കാലത്തെ അപേക്ഷിച്ച് ഇത് പ്രഭാത ഭക്ഷണം നമ്മൾ ബഹുമാനപ്പെട്ട MLA-യും നിയമ കയർ വ്യവസായ വകുപ്പിലെ ശ്രീ പി രാജി ഇടപെട്ട് കഴിഞ്ഞ 3 വർഷമായി രാവിലെ കുട്ടികൾക്കുള്ള പ്രഭാഷണം നൽകി വരുന്നു. അതിൻ്റെ ഉദ്ദേശം തന്നെ നമുക്കറിയാം. വീടുകളിൽ നിന്ന് രാവിലെ കുട്ടികൾ ഭക്ഷണം കഴിക്കാതെ ഓടി വരുന്ന സാഹചര്യം നമുക്കെല്ലാം കണ്ടുവരുന്നുണ്ട്. ഇതിനെ ഒഴിവാക്കാൻ അദ്ദേഹത്തിനൊരു കാഴ്ചപ്പാട് വളരെ നല്ല കാഴ്ചപ്പാടാണ്. അതുകൊണ്ടാണ് നമ്മുടെ സ്കൂളുകളിലെല്ലാം രാവിലെ പ്രഭാഷണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഭക്ഷണം കൊടുക്കുന്ന ഒപ്പം തന്നെ നമ്മുടെ MLA മന്ത്രിയുമായ പി രാജീവ് അവർ നമ്മുടെ 30 സ്കൂളിന് വേണ്ടിയിട്ട് 5 കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ്. അതിൻ്റെ നിങ്ങൾക്ക് കണ്ടറിയാം, പുതിയ ബിൽഡിംഗ് വർക്കിൽ 12 ക്ലാസ് റൂമുള്ള സ്മാർട്ട് ക്ലാസ് റൂമും കൂടാതെ ഓഫീസ് സമുച്ചയവും ലാബ് ഉൾപ്പെടെ പണി പൂർത്തിയാക്കി വരികയാണ്. കൂടാതെ ഈ സ്കൂൾ സ്ഥലത്തിന് ആവശ്യമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത് തന്നെ 20 ദിവസ സ്ഥലം നമ്മൾ എടുത്തു കഴിഞ്ഞു, അതിൻ്റെ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു. ഇതിനെല്ലാം നമ്മുടെ മന്ത്രിയുടെയൊക്കെ പൂർണ്ണ പിന്തുണ നമുക്കുണ്ട്. ഈ സ്കൂളിൻ്റെ വികസനത്തിൽ അദ്ദേഹത്തിൻ്റെ പങ്കിനെ ഞങ്ങൾക്ക് അഭിനന്ദിക്കുകയാണ്. നമ്മുടെ കുട്ടികളുടെ പഠനത്തെയും വളർച്ചയും സ്വാധീനിക്കുന്ന ഇത്തരം പദ്ധതികൾ ഇനിയും ഉണ്ടാവട്ടെ. നമ്മുടെ ഭാവി തലമുറ സുരക്ഷിതമാവട്ടെ. ന്യൂസ് ബ്യൂറോ, HMT ജംഗ്ഷൻ.